അപ്പോൾ എല്ലാവരും പറയാറുള്ള കാര്യമാണ് ഒരുപാട് ബാക്ക്ലോഗ്സ് ഉണ്ടെന്നുള്ളത്. അതിന് ഇപ്പോൾ മോൾക്ക് ഉണ്ടായിരുന്നിരിക്കാം, മോൾ പ്രിപ്പയർ ചെയ്തൊരു സമയത്ത്. അപ്പോൾ അതിനെങ്ങനെയാണ് മോൾ ഓവർകം ചെയ്തത്? എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മോളുടെ സ്റ്റഡീസ് ഉണ്ടായത്? ഇനീഷ്യലൊക്കെ നമുക്ക് ഡെയിലി പോർഷൻസ് അതുപോലെയൊക്കെ കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കുറച്ച് പോകുമ്പോൾ സംഭവം കുറച്ച് ഹെക്ടിക്കായി തുടങ്ങുമ്പോൾ കുറച്ച് ബാക്ക്ലോഗ്സ് ഒക്കെ വന്നു തുടങ്ങും. ഞാൻ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ഡയറി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അന്ന് നേരത്തെ ക്ലാസ്സിൽ ഏതൊക്കെ ടോപ്പിക്കാണ് എടുത്തതെന്നുള്ളത് ഞാനൊരു ഡയറിയിൽ എപ്പോഴും കുറിച്ച് വെക്കാറുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ നല്ലൊരു ഡിസിഷൻ ആയിട്ടാണ് അത് തോന്നിയത്. കാരണം ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് 8 മാസത്തോളം വീട്ടിൽ ഞാൻ പോയിട്ടില്ല. പോർഷൻസ് എല്ലാം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും മറന്നു പോകുന്നയോ ഓർമ്മയില്ലാത്തയോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല. അത് നമ്മൾ മൈൻഡിൽ റീറ്റെയിൻ ചെയ്തോളും. കാരണം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റിവിഷൻ സ്ട്രാറ്റജി ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം തന്നെയാണ്. പിന്നെ അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ നമ്മളെ മനസ്സിൽ ഫീഡായി പോകും. അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനത്തെ ഒരു രീതിയിലെത്തും. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു മോഡൽ എക്സാമിൻ്റെ ഈ ഒരു റുട്ടീൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. അത് നല്ലൊരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് എത്രയൊക്കെ ബാക്ക്ലോഗ്സ് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടാവും. അപ്പം ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ പിന്നെയും അതിൻ്റെ പുറകെ ഇരിക്കാണ്ട് എന്നും അന്നെടുത്ത പോർഷൻ അതങ്ങ് തീർക്കുക. അതെടുത്ത് തീർത്തിട്ട് ബാക്കി നമുക്ക് എന്തായാലും കുറച്ച് ടൈം ഉണ്ടാവും. മാമാണ് എന്നെ കുറേയൊക്കെ സഹായിച്ചിട്ടുള്ളത്. മാമായിട്ട് എനിക്ക് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. അതായത് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം പോയി പറയാൻ പറ്റുന്ന ഒരാൾ മാമായിരുന്നു. ഹായ് ഓൾ, നമ്മളിന്നുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഏറ്റവും മിടുക്കിയായ ഒരു വിദ്യാർത്ഥിയോടൊപ്പമാണ് നമ്മളിന്നുള്ളത്. നിരഞ്ജന നീറ്റ് 2025 ഉയർന്ന സ്കോറും റാങ്കും ഒക്കെ കരസ്ഥമാക്കിയ ഒരു മിടുക്കി വിദ്യാർത്ഥിയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. നിരഞ്ജന, ആദ്യം നമുക്ക് നിരഞ്ജനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. എൻ്റെ പേര് നിരഞ്ജന പ്രമോദ്. എൻ്റെ വീട് കോഴിക്കോടാണ്. ഞാൻ ബ്രില്യൻറ്റിൻ്റെ D ബ്ലോക്കിലെ R32 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഓക്കെ, അപ്പോൾ ഒറ്റ മോളാണ്. അപ്പോൾ കോഴിക്കോട് നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ്, അതൊരു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ്. കാരണം സ്വന്തം നാടും പേരൻസിനെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും, പക്ഷേ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മോളിന്ന് എത്തിയിരിക്കുന്നത്. ഡോക്ടർ ആവുക എന്നുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ മോൾക്ക് എന്ത് തോന്നുന്നു? മോൾക്ക് നീറ്റിന് കിട്ടിയ റാങ്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ കിട്ടിയത്? എന്തുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ്? എൻ്റെ കേരള റാങ്ക് 375 ഓൾ ഇന്ത്യ റാങ്ക് 4912 ആയിരുന്നു. കോട്ടയം ചൂസ് ചെയ്യാൻ കാരണം കോട്ടയം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിക്കൽ കോളേജസ് ആണ്. ഒരുപാട് റെക്കോർഡ്സും ഒരുപാട് സക്സസ് സ്റ്റോറീസും ഉള്ളൊരു കോളേജാണ്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് NABH അക്രഡിറ്റേഷൻ കിട്ടിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ്. അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻസ്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറീസ്, അങ്ങനെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് കോട്ടയം മെഡിക്കൽ കോളേജിന് പറയാനുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ട്രിവാൻഡ്രം ഓർ കോട്ടയം അങ്ങനെ ഒരു രീതിയിൽ കൺഫ്യൂസ്ഡ് ആയി നിന്ന ഒരാളായിരുന്നു. പക്ഷേ പിന്നീട് പലരോടും ഒപ്പീനിയൻസ് എല്ലാം ചോദിച്ചപ്പം എനിക്ക് തോന്നി എനിക്ക് ഏറ്റവും ബെസ്റ്റ് കോട്ടയം തന്നെയാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൂടെ വന്നപ്പം ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ക്ലാസ്സസും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇവിടുന്ന് മാറാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മോളുടെ ഒരു സ്കൂൾ കാലഘട്ടം നമുക്ക് പറഞ്ഞു തുടങ്ങാം. എവിടെയായിരുന്നു പഠിച്ചത്? സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? ടോപ്പർ ആയിരുന്നോ? സ്കൂളിൽ ഞാൻ 10th വരെ പഠിച്ചത് UAE-ലായിരുന്നു, ഷാർജ ഇന്ത്യൻ സ്കൂളിലായിരുന്നു. 11th and 12th ഞാൻ ഇവിടെ കോഴിക്കോട് ദേവഗിരി CMI പബ്ലിക് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അത് അന്ന് എൻട്രൻസ് സൈഡായിട്ട് ചെറുതായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ നാട്ടിലോട്ട് വന്നത് UAE-ന്ന്. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം ഞാൻ പഠിച്ച കുറേ ക്ലാസ്സിലെല്ലാം ഞാൻ ടോപ്പറായിരുന്നു. 12th അത്യാവശ്യം ക്ലാസ് ടോപ്പറൊക്കെ ആയിട്ട് തന്നെയാണ് പാസ്സായത്. എനിക്ക് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ചെറുപ്പം തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടർ ആവണമെന്ന്. സ്കൂളിലെ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഞാൻ പറയും എൻ്റെ അംബീഷൻ ഡോക്ടർ ആവണമെന്നായിരുന്നു. അപ്പം ചെറുപ്പം തൊട്ടേ അതായിരുന്നു ഒരു എയിം. അതിന് ആവാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ചെറുപ്പം മുതലേ ഡോക്ടർ ആവണമെന്നുള്ളൊരു ലക്ഷ്യം, അതിലേക്ക് എത്താൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ പണ്ട് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ വീട്ടുകാർ പറയുമായിരുന്നു, അന്ന് ഞാൻ അത്യാവശ്യം പഠിക്കായിരുന്നു. അപ്പോൾ വീട്ടുകാർ പറയുമായിരുന്നു നിനക്ക് വിചാരിച്ച ഇങ്ങനെയൊക്കെ ആവാം എന്നൊരു ഇത്. പിന്നെ ഡോക്ടേഴ്സിന് കിട്ടുന്ന ഒരു റെസ്പെക്ട്, പിന്നെ ആ ജോലിയോട് എനിക്ക് തോന്നിയൊരു അഡ്മിറേഷൻ, പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഡോക്ടറായാൽ ഭയങ്കര ചലഞ്ചിങ് ആണ് പഠിച്ചു കയറാമെന്ന്. അതൊരു റീസണാണ് ഞാൻ MBBS എടുക്കാനുള്ളത്. അപ്പോൾ മോളുടെ ഒരു നല്ലൊരു കാലഘട്ടം UAE-ലായിരുന്നു അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് മോള് നാട്ടിലേക്ക് വരുന്നു, കോഴിക്കോട് വരുന്നു, +1 +2 ബ്രില്യൻറ്റിനോട് ചേർന്ന് എൻട്രൻസ് പരിശീലിക്കുന്നു. അപ്പോൾ UAE-ൽ നിന്ന് തന്നെ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി, അതായത് ബ്രില്യൻറ്റിൽ വന്ന് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യണം അല്ല? ആ ഒരു കാലഘട്ടത്തിൽ മോൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും, മോളുടെ പേരൻസിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും. എങ്ങനെയായിരുന്നു ആ ഒരു ബ്രില്യൻറ്റ് ചൂസ് ചെയ്തതിന് കാരണം? ഞാൻ ആക്ച്വലി 9th ഒക്കെ എത്തിയപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങിയത്. എൻട്രൻസ് ആകുമ്പം ഒന്ന് പ്രിപ്പയർ ചെയ്യണം, എന്തായാലും സൈഡിൽ കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പം ഞാൻ കൂടുതൽ അന്വേഷിച്ചു. അപ്പം പൊതുവേ എൻ്റെ കസിൻ പഠിച്ചത് ബ്രില്യൻറ്റിലായിരുന്നു. ആളിപ്പം കർണാടകയിൽ MBBS ചെയ്യാണ്. അപ്പം ആൾ വഴിയും പിന്നെ അല്ലാതെ മുന്നേ പഠിച്ച പലരും വഴിയും എനിക്ക് മുന്നിൽ വന്ന ഫസ്റ്റ് സജഷൻ ബ്രില്യൻ്റ് ആയിരുന്നു. പിന്നെ റിസൾട്ട്സ് നോക്കിയപ്പോഴും ബ്രില്യൻ്റ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബ്രില്യൻ്റ് തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രില്യൻ്റ് എക്സാം എഴുതി, 10th എഴുതി. അങ്ങനെ എനിക്ക് ബ്രില്യൻറ്റിൻ്റെ ഹൈബ്രിഡ് ബാച്ചിൽ ഞാൻ കയറുക ചെയ്തത് കോഴിക്കോട് സെൻറ്ററിൽ. അങ്ങനെ 11th and 12th ഞാൻ ഹൈബ്രിഡ് ബാച്ചിൽ ബ്രില്യൻറ്റിന് പഠിച്ചിരുന്നു. ആ ഇയർ അങ്ങനെ വലിയ രീതിയിൽ, അതായത് 600 above സ്കോർ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടാനുള്ള സ്കോർ അന്ന് അത് വന്നില്ല.
അപ്പം പിന്നെ എനിക്ക് തോന്നി, എല്ലാവരും പറയുകയും ചെയ്തു പഠിക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പഠിക്കുന്നത് എന്തുകൊണ്ടും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉള്ളതാണെന്ന് പറഞ്ഞു. ഓക്കെ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊന്ന് റിപ്പീറ്റ് ചെയ്തുകൂടാ. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമെന്ന്. ഓക്കെ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പോയേക്കാന്ന്. അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞു കോഴിക്കോട് തന്നെ നിന്നാൽ മതിയെന്ന്. അപ്പം പിന്നെ എനിക്ക് അന്നും എൻ്റെ ഒരു ഡിസിഷനായിരുന്നു എനിക്ക് കോഴിക്കോട് നിൽക്കണ്ട, എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോൺ പൊളിച്ച് കുറച്ച് ദൂരെ പോയി നിന്ന് ഫുള്ളി പഠിത്തത്തിൽ ഫോക്കസ് ആയിട്ട് പഠിക്കണം എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പാലയിൽ വന്ന് ചേരുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ വളരെ നല്ലൊരു ഡിസിഷനായിട്ടാണ് അത് തോന്നിയത്. കാരണം ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് 8 മാസത്തോളം വീട്ടിൽ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. പക്ഷെ അത് ശരിക്കും എനിക്കിപ്പോൾ അത് നല്ല റിസൾട്ട് തരുന്നുണ്ട്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ അന്നാ ഡിസിഷൻ എടുത്തതിൽ. ഓക്കെ മോളുടെ ഒരു ഇപ്പം നമ്മുടെ കുട്ടികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഒരു റിപ്പീറ്ററായിട്ട് മോളുടെ ഒരു ഡേ ഇൻ ലൈഫ് എങ്ങനെയായിരുന്നു? അതിനത് നമ്മുടെ ഈ ഒരു മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് പറയാം. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം യൂഷ്വലി ഞാൻ നേരത്തെ എഴുന്നേക്കുന്ന ഒരാളാണ്. രാവിലെ എഴുന്നേക്കും, കുറച്ച് അന്നത്തെ ക്ലാസ്സിന് വേണ്ടിയുള്ളതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യും. പിന്നെ അന്ന് ക്ലാസ്സിന് പോവും. ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ക്ലാസ്സസ് എല്ലാം പൊതുവെ നല്ല രസമാണ്. ഞങ്ങൾക്കൊരു ദിവസത്തിൽ അത്യാവശ്യം എന്താ പറയുക, കുറച്ചും കൂടി നമുക്കൊരു ഇഷ്ടമുള്ള പാട്ട് ക്ലാസ്സിന് പോകുക എന്നുള്ളതാണ്. അപ്പം ക്ലാസ്സിന് പോയി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പഠിക്കാൻ കയറി കഴിഞ്ഞാൽ ആ ഒരു ഡെയിലി ഒരു മാക്സിമം ഒരു 6 to 7 hours ഒക്കെ എന്തായാലും പഠിക്കും സ്റ്റാർട്ടിങ്ങിലൊക്കെ. പിന്നെ ഇപ്പം സംഭവം ടോപ്പിക്സ് ഒക്കെ കൂടി വന്നപ്പം അത് നല്ലോണം കൂട്ടി 12-14 hours വരെയൊക്കെ പഠിക്കുമായിരുന്നു ലാസ്റ്റിലോട്ടൊക്കെ. ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ ഉണ്ടാവും. ഹോസ്റ്റൽ ലൈഫ് ആകുമ്പോഴും ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യുക. നല്ല രീതിയിൽ ഒരു സൂപ്പർവിഷൻ ഉള്ള ഹോസ്റ്റലായിരുന്നു എൻ്റെതെല്ലാം. അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം കറക്റ്റ് ഒരു ടൈം ടേബിൾ കൊണ്ടുപോകാൻ വാർഡൻസ് ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവർ ഡെയിലി റൗണ്ട്സിന് വരുമ്പോഴും അവരും പറയും ഇന്ന രീതിയിലെല്ലാം ഫോളോ ചെയ്ത് പോകണം എന്നൊക്കെ. അപ്പം അത് വെച്ചാണ് നമ്മൾ ഡെയിലി പോർഷൻ ഇത്ര നേരം എടുത്ത് ഡെയിലി പോർഷൻ കവർ ചെയ്യണം, ഇത്ര ടൈം എടുത്ത് കുറച്ച് ടൈം അന്നത്തെ വീക്ക്ലി എക്സാമിന് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കണം ഒരു ദിവസത്തിൽ. അതുപോലെ ഡെയിലി പോർഷൻസും വീക്ക്ലി എക്സാംസും അങ്ങനെ എല്ലാം കവർ ചെയ്ത് പോകാനെല്ലാം വാർഡൻസും ക്ലാസ് ടീച്ചേഴ്സും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു ഒരു ദിവസം. അങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പോവുക, ടൈം ടേബിൾ വെച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മൾ അതുപോലെ തന്നെ ഈ നീറ്റിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഓരോ സബ്ജക്റ്റിനും, അതായത് 3 സബ്ജക്റ്റിനും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനെയും മോൾ എങ്ങനെയാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് മോൾ പഠിച്ചത്? ബയോളജി ഞാൻ പ്യോർലി NCERT ആണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ക്ലാസ്സസ് ഞാൻ നന്നായിട്ട് കേൾക്കുമായിരുന്നു. ക്ലാസ്സസ് കേട്ട് അന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ നോട്ട്സ് കവർ ചെയ്യുമായിരുന്നു. പിന്നെ അതിലെന്തെങ്കിലും സാറുമാർ ഒബ്വിയസ്ലി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തരും. NCERT ഉള്ളതല്ലാണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു തരും. അപ്പോൾ അതും കൂടെ ഒന്ന് ടെക്സ്റ്റിലോട്ട് എഴുതി വെച്ചിട്ട് പിന്നെ ഫുള്ളി NCERT വായിക്കലായിരുന്നു ബയോളജിക്ക് ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച് ഒരു ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ലാസ്റ്റ് മോഡൽ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഈസി ആയിരിക്കും. ആ ചാപ്റ്റർ തീരുന്നതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്താൽ ലാസ്റ്റിലേക്ക് ഈസി ആയിരിക്കും. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫിസിക്സ് ആണെങ്കിൽ കൺസെപ്റ്റ് ക്ലാസ് കേട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഞാൻ റൂമിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാറായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. കൺസെപ്റ്റ് മാക്സിമം ക്ലാസ്സിൽ നിന്ന് തന്നെ ക്ലിയർ ആക്കി പോവുക. അത് ജസ്റ്റ് റൂമിൽ ഒന്ന് കുറച്ച് ടൈം എടുത്ത് റിവൈസ് ചെയ്തിട്ട് കൂടുതലും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാറായിരുന്നു ഫിസിക്സിന് ഞാൻ ചെയ്തിരുന്ന സ്ട്രാറ്റജി. പിന്നെ അല്ലാണ്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ ഷോർട്ട് നോട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഫിസിക്സിനും ഓർഗാനിക്കിനും കുറച്ചൊക്കെ ഇനോർഗാനിക്കിനും ഞാൻ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് എൻ്റെ കറക്ഷൻ ബുക്കാണ്. കറക്ഷൻ ബുക്ക് എല്ലാ എക്സാം കഴിഞ്ഞാലും ഞാൻ കറക്ഷൻ ചെയ്യാറുണ്ടായിരുന്നു. അത് എഴുതി വെക്കുകയും ചെയ്യാറുണ്ട്. ലാസ്റ്റിലോട്ടെല്ലാം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കറക്ഷൻ ബുക്കാണ്. നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും അതിൻ്റെ കറക്ഷൻസ് അതുപോലെ എഴുതി വെച്ച് പോവുക. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് റിവൈസ് ചെയ്യുമ്പം നമ്മൾ ഒരു തവണ വരുത്തിയ മിസ്റ്റേക്ക് പിന്നെയും വരുത്താതിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ വഴിയും ഓരോ ടോപ്പിക് നമ്മൾ റിവൈസ് ചെയ്യുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്ഷൻ ബുക്ക് വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ പറയാറുണ്ട് കുറച്ച് ടഫാണ്, അതിനെന്തെങ്കിലും ഷോർട്ട് മെത്തേഡ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ പഠിക്കേണ്ട കാര്യത്തിൽ? പിന്നെ അതുപോലെ തന്നെ ബ്രില്ലിൻ്റെ മോഡൽ എക്സാംസ് ഒക്കെ എങ്ങനെയാണ് മോളെ ഹെൽപ്പ് ചെയ്തിരുന്നത്? ഓർഗാനിക് കെമിസ്ട്രി ഫസ്റ്റ് തിങ് ക്ലാസ് നല്ലോണം കേൾക്കണം. ക്ലാസ് നല്ല രീതിയിൽ കേട്ടാൽ തന്നെ അത് ഓർത്ത് വെക്കാനോ ഇല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിസംസ് വെച്ചൊക്കെ ടീച്ചേഴ്സ് പറയും. മെക്കാനിസംസ് ഫുള്ളൊന്നും നമുക്ക് പഠിക്കേണ്ടി വരില്ല, പക്ഷെ അത്രയും മെക്കാനിസം ഒക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് ആ റിയാക്ഷൻ നമ്മളെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാം. ക്ലാസ് നല്ലൊരു ടൂളാണ് ഓർഗാനിക് കെമിസ്ട്രിക്ക്. പിന്നെ അത് കഴിഞ്ഞ് NCERT നല്ല രീതിയിൽ വായിക്കുക. ഓർഗാനിക് കെമിസ്ട്രി NCERT നല്ല രീതിയിൽ വായിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന പോയിന്റ്സ്, അതുപോലെ നമ്മുടെ നോട്ടിന് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന പോയിന്റ്സ് എല്ലാം കൂടി ഒരു ഷോർട്ട് നോട്ട് ആക്കലായിരുന്നു എൻ്റെ രീതി ഓർഗാനിക് കെമിസ്ട്രിയിൽ. അത് നന്നായി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അത് അപ്ലൈ ചെയ്ത് പ്രോബ്ലംസ് ചെയ്യുക.
അങ്ങനെയായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി ഞാൻ ചെയ്തിരുന്നത്. ഓർഗാനിക് കെമിസ്ട്രി ഓർത്ത് വെക്കാനാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ. ക്ലാസ് നല്ലോണം കേൾക്കുക, NCERT വായിക്കുക, അതിൻ്റെ കൂടെ നല്ലപോലെ ക്വസ്റ്റ്യൻ ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ ഓർഗാനിക് കെമിസ്ട്രി മൈൻഡിൽ നിൽക്കും. മോഡൽ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ജനുവരിയിൽ ഞങ്ങൾക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം മോഡൽ എക്സാം കറക്റ്റ് ഒരു റിവിഷൻ സ്ട്രാറ്റജിയാണ്. നമ്മൾ അതങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. മോഡൽ എക്സാം ശരിക്കും നമുക്കൊരു പ്രോപ്പർ റിവിഷൻ പോലെ തന്നെയാണ്. ആദ്യം ഒരു ചാപ്റ്റർ, പിന്നെ അത് കമ്പൈൻ ചെയ്ത്, പിന്നെ ഓൾ യൂണിറ്റ് ആക്കി, അത് നല്ല റിവിഷൻ സ്ട്രാറ്റജിയാണ്. കറക്റ്റായിട്ട് നമ്മൾ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് ഞാൻ ആദ്യം തന്നെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പം ശരിക്കും ഒരു റിവിഷൻ പോലെ തന്നെ എനിക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റി. ഓരോ ചാപ്റ്ററും ഓരോ രീതിയിൽ കവർ ചെയ്ത്, ആദ്യം കുറച്ച് ബ്രീഫായി കവർ ചെയ്ത്, പിന്നെ അത്ര ബ്രീഫ് അല്ലാണ്ട് കവർ ചെയ്ത്, അങ്ങനെ മോഡൽ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ തന്നെ പോർഷൻസ് എല്ലാം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും മറന്നു പോകുന്നയോ ഓർമ്മയില്ലാത്തയോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല. അത് നമ്മൾ മൈൻഡിൽ റീറ്റെയിൻ ചെയ്തോളും. കാരണം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റിവിഷൻ സ്ട്രാറ്റജി ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം തന്നെയാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും പ്രിപ്പറേറ്ററി യൂണിറ്റ് ഉണ്ട്, പിന്നെ മോഡൽ എക്സാമിന് മുന്നേ വരുന്ന പ്രിപ്പറേറ്ററി, അത് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ലെവലിലുള്ളത്. അപ്പോൾ ഒരു ചാപ്റ്ററിന് തന്നെ പല ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസ്, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കിട്ടും. ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരുപാട് പോയിന്റ്സ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ചിലപ്പം ക്ലാസ് കണ്ട് ഇതിന് മുന്നേ എക്സാം എഴുതി അതും കഴിഞ്ഞ് പിന്നെയും കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടും നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് നമുക്ക് മനസ്സിലാവുക മോഡൽ എഴുതുമ്പോഴാണ്. പിന്നെ അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ നമ്മളെ മനസ്സിൽ ഫീഡായി പോകും. അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനത്തെ ഒരു രീതിയിലെത്തും. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു മോഡൽ എക്സാമിൻ്റെ ഈ ഒരു റുട്ടീൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. അതുകൊണ്ട് മോഡൽ എക്സാം ആണ് ഏറ്റവും ബെസ്റ്റ് റിവിഷൻ സ്ട്രാറ്റജി. അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇനിയൊരു 6 മാസം കൂടിയുള്ള നീറ്റ് എൻട്രൻസ് എക്സാമിന്, അപ്പോൾ എല്ലാവരും പറയാറുള്ള കാര്യമാണ് ഒരുപാട് ബാക്ക്ലോഗ്സ് ഉണ്ടെന്നുള്ളത്. അതിന് ഇപ്പോൾ മോൾക്ക് ഉണ്ടായിരുന്നിരിക്കാം, മോൾ പ്രിപ്പയർ ചെയ്തൊരു സമയത്ത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് മോൾ ഓവർകം ചെയ്തത്? എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മോളുടെ സ്റ്റഡീസ് ഉണ്ടായത്? ഇനീഷ്യലൊക്കെ നമുക്ക് ഡെയിലി പോർഷൻസ് അതുപോലെയൊക്കെ കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ കുറച്ച് പോകുമ്പോൾ സംഭവം കുറച്ച് ഹെക്ടിക് ആയി തുടങ്ങുമ്പോൾ കുറച്ച് ബാക്ക്ലോഗ്സ് ഒക്കെ വന്നു തുടങ്ങും. ഞാൻ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ഡയറി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അന്നേരത്തെ ക്ലാസ്സിൽ ഏതൊക്കെ ടോപ്പിക്കാണ് എടുത്തതെന്നുള്ളത് ഞാനൊരു ഡയറിയിൽ എപ്പോഴും കുറിച്ച് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അതിൻ്റെ ഇത്ര പോർഷൻ ഞാൻ കവർ ചെയ്ത് തീർത്തു, ആ ക്ലാസ്സിന് എടുത്ത് ഇത്രയും പോർഷൻസ് ഞാനൊന്ന് റെഫർ ചെയ്ത് തീർത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആ ഡയറിയിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അത് നല്ലൊരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് എത്രയൊക്കെ ബാക്ക്ലോഗ്സ് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടാവും. അപ്പം ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ പിന്നെയും അതിൻ്റെ പുറകെ ഇരിക്കാണ്ട് എന്നും അന്നെടുത്ത പോർഷൻ അതങ്ങ് തീർക്കുക. അതെടുത്ത് തീർത്തിട്ട് ബാക്കി നമുക്ക് എന്തായാലും കുറച്ച് ടൈം ഉണ്ടാവും. ആ ടൈം ബാക്ക്ലോഗ്സിന് യൂട്ടിലൈസ് ചെയ്യുക. കുറച്ചായിട്ട് അങ്ങനെ ബാക്ക്ലോഗ്സ് തീർക്കാൻ നോക്കുക. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇന്നലത്തെയും പോർഷനും കൂടി ഞാൻ തീർക്കാമെന്നൊന്നും വിചാരിച്ചാൽ നടക്കാത്ത കേസാണ്. ഇന്നത്തെ പോർഷൻ ആദ്യം അങ്ങ് തീർക്കുക. അപ്പം പിന്നെ നമുക്ക് കുറച്ച് ടൈം ബാക്കി വരും. ആ വരുന്ന ടൈമിൽ ആ ഉണ്ടായിരുന്ന ബാക്ക്ലോഗ്സ് കുറച്ചായിട്ട് ചെയ്ത് തീർക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. അത് കറക്റ്റായിട്ട് എഴുതി വെച്ചാൽ മതി നമുക്ക് എന്തൊക്കെ ബാക്ക്ലോഗ് ഉണ്ടെന്ന്. പിന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ നീറ്റ് ടൈമിൽ നമുക്ക് ഏറ്റവും വലിയൊരു ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് നല്ലൊരു സപ്പോർട്ട് തരാമെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ മോളുടെ ഒരു ഗ്രേറ്റ് സപ്പോർട്ടർ ആരായിരുന്നു? എൻ്റെ ഒരു ഗ്രേറ്റ് സപ്പോർട്ട് ആദ്യം എന്തായാലും എൻ്റെ ക്ലാസ് ടീച്ചറായിരിക്കും. മാമാണ് എന്നെ കുറേയൊക്കെ സഹായിച്ചിട്ടുള്ളത്. മാമായിട്ട് എനിക്ക് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. അതായത് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം പോയി പറയാൻ പറ്റുന്ന ഒരാൾ മാമായിരുന്നു. രണ്ടാമത്തെ ആൾ മാമിൻ്റെ പേര് ഗീതു സ്റ്റീഫൻ എന്നായിരുന്നു. മാം ശരിക്കും എനിക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെറിയ വിഷമങ്ങളാണെങ്കിലും എനിക്ക് ധൈര്യമായിട്ട് മാമിനെ വിളിച്ച് പറയാമായിരുന്നു. അപ്പോൾ മിസ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ കാര്യത്തിൽ. നമുക്ക് റെഫറൻസിനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ തോന്നുക പറഞ്ഞാൽ മിസ്സ് നമ്മൾ വന്ന് കാണുമായിരുന്നു, റെഫറൻസ് ഹോളിൽ വന്ന് കാണുമായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് മിസ്സ് വന്ന് കാണുമായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് മാം. പിന്നെ വേറൊരാൾ എൻ്റെ അമ്മയായിരുന്നു. അമ്മേനെയാണ് ഞാൻ വിളിച്ചെല്ലാം പറയാറ്. അമ്മയും അച്ഛനും അതുമാതിരി തന്നെയായിരുന്നു. അച്ഛനും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേരൻസും ക്ലാസ് ടീച്ചറുമാണ് എനിക്ക് ഉണ്ടായതിൽ വലിയൊരു സപ്പോർട്ട് നീറ്റ് ജേർണിയിൽ ത്രൂ ഔട്ട്. നമ്മളൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണിത്. കാരണം മോളിപ്പോൾ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും മോള് കാണുന്നൊരു കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ട്, MBBS ലൈഫുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ആദ്യമൊക്കെ വന്നപ്പം എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും പറയുന്നതാണ് MBBS ആണ്, ഒരുപാട് പഠിക്കാനുണ്ടാവും, ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ. അപ്പം എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നീറ്റൊക്കെ എഴുതിയെടുത്തല്ലേ, അപ്പോൾ എന്തായാലും MBBSും നന്നായി പഠിച്ച് പോകാൻ പറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 2 വീക്സ് ഞങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് ആയിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ഇതുമായിട്ട് ഇവിടുത്തെ ഒരു രീതികളായിട്ട് നമ്മൾ യൂസ്ഡ് ആവുകയാണ് ആ 2 ആഴ്ച ഫൗണ്ടേഷൻ കോഴ്സ് വഴി. അങ്ങനെ എല്ലാമായിട്ട് യൂസ്ഡ് ആയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാകും. കാരണം നമ്മൾ പഠിച്ചതിൽ നിന്നും ബുക്സിൻ്റെ സൈസ് ഇത്ര കൂടും. നമ്മൾ പഠിച്ച പോർഷൻസിലും ഡബിൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കേണ്ടി വരും. പക്ഷേ ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് സീനിയേഴ്സ് എല്ലാം പറഞ്ഞു തരും എങ്ങനെയാണിത് ചെയ്തു പോകേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. അതുപോലെ ഫോളോ ചെയ്യുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ യൂസ്ഡ് ആവും.
ഇവിടെ രീതികൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ വേണം പഠിച്ചു പോവാൻ എന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടി തുടങ്ങും. അപ്പോൾ പിന്നെ കാര്യങ്ങൾ ഈസിയാവും. മോളിപ്പോൾ 2026 നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മോളെ പോലെ തന്നെ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ച് നന്നായിട്ട് ഇപ്പോൾ ഇനി എന്താവും എന്നുള്ളൊരു ചോദ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരോട് മോൾക്ക് എന്താണ് പറയേണ്ടത്? എങ്ങനെയാണ് പഠിക്കേണ്ടത് അവർ? 2026 നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പോർഷൻസ് ഒക്കെ ഇപ്പോൾ ഏകദേശം തീർന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ചിലർക്കെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും, ഇതൊക്കെ കൂടെ ഞാൻ ലാസ്റ്റ് ഓർത്തിരിക്കുമോ, ഇതൊക്കെ എനിക്ക് ഓർമ്മയിൽ ഉണ്ടാവുമോ, ഇനി എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യനൊക്കെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കാതിരിക്കുക. കാരണം ഞാനും ഈ ഒരു ഡിസംബർ ഫേസൊക്കെ എത്തിയപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട്, ഇതൊക്കെ കൂടെ ഞാൻ എങ്ങനെ ഓർത്തിരിക്കും, എല്ലാം ആ 3 മണിക്കൂറിൽ ഞാൻ എങ്ങനെ എഴുതും, ഇതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ജനുവരിയിൽ നിങ്ങൾ മോഡൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെൻഷൻ അങ്ങ് പോകും. അത് നിങ്ങൾ അത്രയും എക്സാം എഴുതി ശീലമാവും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എക്സാംസ് ഒന്നും മിസ്സാക്കാതിരിക്കുക. ഈവൻ A+ എക്സാംസ് പോലും, ഞാനൊരു A+ എക്സാം പോലും മിസ്സാക്കിയിട്ടില്ല. ഒരു എക്സാം പോലും മിസ്സാക്കാണ്ട് എഴുതാൻ നോക്കുക. മാർക്ക് എന്തോ ആയിക്കോട്ടെ, എക്സാംസ് എല്ലാം എഴുതുക. ഞാനും ആദ്യം മാർക്കൊക്കെ കുറയുമ്പോൾ ഭയങ്കര ഡെസ്പാവുന്ന ആളൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങും, മാർക്കിലല്ല കാര്യം, നമ്മൾ ആ എക്സാം എഴുതുക. ആ എക്സാമുമായിട്ട് നമ്മൾ യൂസ്ഡ് ആവും. എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയായിട്ട് അങ്ങനെ എങ്ങനെ പഠിച്ചു പോകണം, ഇത്ര ടോപ്പിക്സ് ഈ ഒരു ലിമിറ്റഡ് ടൈമിനുള്ള എങ്ങനെ കവർ ചെയ്ത് പോകണം, അതൊക്കെ ആയിട്ട് നമ്മളങ്ങ് യൂസ്ഡ് ആവും. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ തന്നെ നമുക്കൊന്ന് റിവൈസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കൺസെപ്റ്റ്സ് ഒക്കെ കയ്യിലുണ്ട്, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. ആ ലെവലിലോട്ട് നമ്മളെ ബ്രില്യൻ്റ് എത്തിക്കും. അപ്പം ആ റിവിഷൻ സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. മോഡൽ എക്സാംസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ക്ലാസ്സസ് എല്ലാം നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക. വീക്ക്ലി എക്സാംസ് എല്ലാം ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാം ഓർമ്മയിലുണ്ടാവും. അപ്പം ഇപ്പം നിങ്ങൾ അങ്ങനെ ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവുക വേണ്ട. അങ്ങനത്തെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മൈൻഡിലുണ്ടാവും, അതൊക്കെ വിട്ട് കളയുക. ഇപ്പം നടക്കുന്നതിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പോവുക, നിങ്ങളെ ബെസ്റ്റ് കൊടുക്കുക. എന്തായാലും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ എത്തും. അപ്പോൾ നീറ്റ് 2026 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരുടെ മനസ്സിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളുമുണ്ട് അല്ലേ. നീറ്റ് 2026 എന്താവും അല്ലേ, ഇനി എങ്ങനെയായിരിക്കും ഞങ്ങൾ നീറ്റ് 2026 ഫേസ് ചെയ്യാൻ പോകേണ്ടത്, ഏത് മെഡിക്കൽ കോളേജിലായിരിക്കും ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് ആശങ്കകളോടുകൂടി മുന്നോട്ട് പോയിരുന്ന ഒരാളാണ് നിരഞ്ജന. ഇപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി നമ്മളോട് പറഞ്ഞു നീറ്റിനെ എങ്ങനെ അതിജീവിക്കണം, എങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയെന്നുള്ള യാത്ര. അപ്പോൾ വരുന്ന വർഷം നിങ്ങൾക്കും നിരഞ്ജനെ പോലെ നല്ലൊരു മെഡിക്കൽ കോളേജിലിരുന്ന് നിങ്ങളുടെ അനുഭവ കഥകൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അത് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രചോദനമാവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞങ്ങളോട് ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത് ഇത്ര മനോഹരമായ വാക്കുകൾ നമ്മുടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞ നിരഞ്ജനയ്ക്ക് ഒരുപാട് നന്ദി. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.